ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹായ് മക്കളെ, ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ പോലെ അല്ല ഇത്. കൂടുതൽ ഉപകാരപ്രദമായേക്കാവുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കാണ്. സ്കൂൾ കുട്ടികൾ മീൻസ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിനാണ് ഇത് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. പിന്നെ നമ്മളല്ലാത്തവർ ഈ മറ്റ് കഴിഞ്ഞ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നവർക്കിത് ഉപകാരപ്രദമല്ല എന്നല്ല കേട്ടോ. നമ്മൾ സംസാരമധ്യേ ഉപയോഗിക്കുന്നത് തന്നെയുള്ള വാക്കുകളാണ്. അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണെന്ന്. ഓക്കെ, ഇത് ആദ്യമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ആഴ്ചയിൽ 2 ദിവസത്തെ ക്ലാസ്സിൽ 1 ദിവസത്തെ ക്ലാസ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് പേരൻസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് പബ്ലിക് എക്സാമിന് വേണ്ടി റെഡിയാവുന്ന നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു ചെറിയ ക്ലാസ്. അവർക്ക് എല്ലാ വർഷവും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന, ഇനി അടുത്ത വർഷങ്ങളിലും വന്നേക്കാവുന്ന കുറച്ച് ഗ്രാമർ പാട്ട്. പക്ഷേ ഗ്രാമർ പാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ദിവസവും സംസാരമധ്യേ ഉപയോഗിക്കുന്നതാണ് ഈ വാക്കുകൾ. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ എത്രത്തോളം എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഗ്രാമറിൻ്റെതായ വില കൊടുത്ത് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് വേറൊന്നുമല്ല. ഇത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഹൈസ്കൂൾ അല്ലെ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിന് കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ക്വസ്റ്റ്യൻ ടാഗ് എന്ത് എന്നറിയുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്ന്. ഈ ഓക്സിലറി വെർബ്സിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെന്താണ്, എങ്ങനെയാ സംഭവം എന്നാണെന്ന് അറിയാവോ? വേറെ ഒന്നുമല്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അന്നേരം എതിരെ വേറൊരാൾ വരുന്നു. അന്നേരം എവിടെ പോകുകയാണ് ആ ആളെന്ന് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്. അന്നേരം നമ്മൾ പറയുക, നമ്മൾ വേറെ ഒന്നുമല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ കാണുന്നു. സ്കൂളിൽ പോവുകയാണ് അല്ലേ എന്ന് ചോദിക്കും. എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഇല്ലേ? നമ്മുടെ ഫ്രണ്ടിനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കോട്ടയം പോവുകയാണ് അല്ലേ, അല്ല കോട്ടയം പോവുക അല്ല ആണോ എന്ന് നമ്മൾ ചോദിക്കും. അതാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്. ഇത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന പേരിലാണ് കുട്ടികൾക്ക് പഠിക്കാൻ വരുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം ആണ്, അത് അല്ലേ എന്ന് ചോദിക്കണം. അതല്ല എങ്കിൽ ഇത് അല്ല ആണോ എന്ന് ചോദിക്കുന്നു. അത് അല്ല, അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞു വെച്ച് അത് നിങ്ങൾക്കുണ്ട് ഇല്ലേ എന്ന് ടാഗ് വരുന്നത്. അല്ലെങ്കിൽ ഇതില്ല ഉണ്ടോ എന്ന് ടാഗ്. ഫോർ എക്സാമ്പിൾ, യു ഹാവ് എ കാർ. നിങ്ങൾക്കൊരു കാറുണ്ട് എന്നുവെച്ച് ഇല്ലേന്ന് ചോദിക്കണം. ഹാവിൻറ്റ് യു, നിങ്ങൾക്കില്ലേ എന്ന്. അതാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ അറിയേണ്ടത്, ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓക്സിലറി വെർബ്സ് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ അതിൻ്റെ ഓക്സിലറി വെർബ്സ് ആ സെന്റൻസിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ ടാഗ് ഉണ്ടാക്കുന്നത്. ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഓക്സിലറി വെർബ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഓക്സിലറി വെർബിൻ്റെ കൂടെ നെഗറ്റീവ് ചേർത്ത്, അതായത് നോട്ട് ചേർത്ത് നമ്മൾ ടാഗ് ചോദിക്കുന്നു. അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അതാക്കിയിട്ട് അതിനെ നമുക്ക് ടാഗ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരിക്കൽ കൂടി ആ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പം കുട്ടികളായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്ന് അല്ലേ? ഓക്കെ, അറിയാവുന്നവർ ഓക്കെ, കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ആൻഡ് അത് ഒന്നുകൂടി തെച്ചിമിനിക്ക് ഒന്ന് ഫർണിഷ് ചെയ്ത് എടുക്കുക കേട്ടോ. അല്ലാത്തവർ ഇതാ ഇങ്ങോട്ടൊന്ന് നോക്കൂ, നമുക്ക് ഓക്സിലറി വെർബ്സ് ഒന്ന് നോക്കാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഓക്സിലറി വെർബ്സ്. ഇതിന്റെ കൂട്ടത്തിൽ വേറെ ഉണ്ട്, പക്ഷെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമുക്ക്
ഒരുപക്ഷെ നമ്മുടെ പരീക്ഷയിലൊക്കെ വരുമ്പോഴാണേലും ഇത് ചേർത്തുള്ളതേ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ഇത് ആദ്യമേ പഠിക്കുക. ഈസ്, ആമ്, ആറ്. ഓസ്, വേറ്. ഹാവ്, ഹാസ്, ഹാഡ്. ഡൂവ്, ഡസ്, ഡിഡ്. വില്ല്, വുഡ്. ഷാള്, ഷുഡ്. ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഇതില് ഈസും ആമും ആറും പ്രസന്റിൽ നമ്മൾ ഉപയോഗിക്കും. അത് സിംഗുലർ ആണെങ്കിൽ ഈസ്, ഇത് നമ്മൾ പറയുന്ന അറിയാമല്ലോ പ്ലൂറല്. ഇത് 3 ഈ സിംഗുലർ ആണെങ്കിൽ ഇത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചാൽ ഇത് രണ്ടും പാസ്റ്റ്. അതുപോലെ ഹാവും ഹാസും പ്രസന്റ്, അതിന്റെ പാസ്റ്റ് ഫോം ആണ് ഹാഡ്. ഡൂവും ഡസും പ്രസന്റും ഇതിന്റെ ഹാവിന്റെ ഹാസിന്റെ പാസ്റ്റ് ഫോം ആണ് ഹാഡ്. ഡൂവിന്റെ ഡസിന്റെ പാസ്റ്റ് ഫോം ആണ് ഡിഡ്. വില്ലിന്റെ പാസ്റ്റ് വുഡും, ഷാള്, ഷുഡും, ക്യാൻ, കുഡും, മേ, മൈറ്റും. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് സിംഗുലർ എപ്പം ചേർക്കണം, പ്ലൂറൽ എപ്പം ചേർക്കണം എന്നുള്ളതെല്ലാം നമ്മൾ പ്ലൂറലിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട എല്ലാം നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുള്ളതാണ്. ഇത് ചേർത്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാവുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, I shall write see, I think if I talk with you in English, you can follow me. Am I right? If it is so, okay. Listen here. First question is, he is going to where? Kottayam. He is going to Kottayam. It means അവൻ കോട്ടയത്തിന് പോകുകയാണ്. എന്നിട്ട് ഇതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആക്കണമെങ്കിൽ ഇതിന്റെ അകത്തെ ഓക്സിലറി ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിന്റെ അകത്തെ ഓക്സിലറി ഏതാണ്? ഹി ഈസ് ഗോയിങ് ടു കോട്ടയം. ഈ സെന്റൻസിന്റെ അകത്തെ ഓക്സിലറി ഏതാണ്? ഇതിന്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് അതിന്റെ ഓക്സിലറി വെർബ്. ഈ ഓക്സിലറി വെർബ് എടുത്തിട്ട് ഇത് ഹീസ് ഗോയിങ് ടു കോട്ടയം എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് അല്ലേ? അവൻ കോട്ടയത്തിന് പോകുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇതിനെ നമ്മൾ ടാഗ് ചോദിക്കുമ്പോൾ നെഗറ്റീവിലാക്കണം. അതായത് ഈസ് കഴിഞ്ഞിട്ട് ഈസിൻറ്റ്, അതായത് ഈസ് കഴിഞ്ഞ് നോട്ട് ചേർക്കുന്നതാണ് ഈസിൻറ്റ്. എന്നിട്ട് ഈ സബ്ജക്റ്റോട് ചേർത്ത് ഈസിൻറ്റ് ഹീ, ഈസിൻ ഹീന്ന്, എന്നിട്ട് ക്വസ്റ്റ്യൻ ചേർത്ത് കഴിയുമ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗായി. ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. കറക്റ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ ഇത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകും. അല്ലാതെ ഇംഗ്ലീഷ് ഇപ്പോൾ സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിഗിനേഴ്സിനും ഇതൊരു വലിയൊരു ഉപകാരമായിരിക്കും. കാരണം അവൻ കോട്ടയത്തിന് പോകുകയാണ് അല്ലേ? അതുപോലെ അവൾക്കൊരു കാറുണ്ട്. അവൾക്കൊരു കാറുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഷീ ഹാസ് എ കാർ എന്ന് പറഞ്ഞു. അവൾക്കൊരു കാറുണ്ട്. ഇതിന്റെ അകത്ത് ഓക്സിലറി എടുക്കണം. ഇത് നമ്മൾ നെഗറ്റീവില് പോസിറ്റീവ് ആക്കിയല്ലോ. നമുക്ക് ഇതിനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആക്കി നോക്കിയാലോ? ഷീ ഹാസ് നോട്ട് എ, ഇത് ഷീ ഹാസ് നോട്ട് എന്ന് വരുമ്പോൾ ഇതിന്റെ അകത്ത് ഇത് നമ്മൾ പറയുമ്പം ഇതൊരു സെന്റൻസ്, ഇത് ഒരു പക്ഷെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ, സംശയം വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കറക്റ്റ് വേ ഇങ്ങനെ എഴുതാം. ഇവിടെ നോക്കിയേ, ഷീ doesn't have a car. She doesn't have a car എന്ന്. അന്നേരം അവൾക്ക് ഒരു കാർ ഇല്ല. അവൾക്കൊരു കാർ ഇല്ല എന്ന് പറഞ്ഞു. അവൾക്കൊരു കാർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാഗിലേക്ക് ആക്കുമ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? അവൾക്കൊരു കാർ ഇല്ല എന്ന് വെച്ച് ഉണ്ടോ എന്ന് ചോദിക്കണം. ഇത് നെഗറ്റീവിലായതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആകണം. ഇവിടെ നമ്മൾ നോട്ട് ചേർക്കരുത്. അന്നേരം ഷീ ഡസന്റ് ഹാവ് എ കാർ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ആദ്യമേ ഹാസ് എഴുതി എന്നാന്ന് ചോദിച്ചാൽ ഹാവും
ഹാസ് നമ്മൾ വെർബിനെ ഡിവൈഡ് ചെയ്യുന്ന പഠിച്ചായിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ആ സമയത്ത് ഈ ഹാവും ഡെസും കൂടെ ഒരുമിച്ച് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് ഷീ ഡെസിന്റ് ഹാവ് എ കാർ എന്ന് പറഞ്ഞിട്ട് ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വരണം. ഡസ് ഷീ, ഡസ് ഇത് രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ഈ നെഗറ്റീവ് വന്നത് ഡഷ് ഷീന്ന്. ഡഷി ഇതിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം കേട്ടോ. ഡഷി എന്ന് ചോദിച്ചാല് അവൾക്കുണ്ടോ എന്ന്. അവൾക്കൊരു കാർ ഇല്ല, ഉണ്ടോ എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇതിങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ എല്ലാം ഒന്ന് മാത്രം, ഇറ്റ് ഈസ് സോ ഈസി ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് the auxiliary verb from this sentence. Then you see whether this sentence first the given sentence is in positive or not. If it is in positive, you add this not. That means you make this auxiliary verb as negative. Then add this subject also. Here is also that much only happened. In the same way, try to make sentences like this. If you have any doubts, you try to contact with me. Okay? Did you understand what did I say? Isn't it easy? It is easy, isn't it? അതാണ്. It is easy. It is easy. അത് എളുപ്പമാണ് അല്ലേ? It is easy, isn't it? Isn't it? അത് ഇത് എളുപ്പമാണ് അതല്ലേ എന്ന് നമ്മൾ ചോദിക്കുക. അതാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും, ഇതിനോടകം പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എത്ര പേർക്ക് ഇതിനെ ഫോളോ ചെയ്യാൻ സാധിച്ചു? ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ബേസിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് ഇതിൻ്റെ കാരണം. നമുക്കിത് അടുത്ത ക്ലാസ്സിൽ ഒരല്പം കൂടി വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിത് നിങ്ങൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ട് തോന്നും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് 1 or 2 മാർക്ക് ഈസ് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദീസ് പാർട്സ്. ഓക്കെ, ട്രൈ ടു make it keep it in your mind that this question tag, how to form the question tag for a sentence. Okay, see you in the next class with more portions about it. Okay, thank you.